ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് വൻ തിരിച്ചടിയായിരിക്കുകയാണ്. അതായത് രാജ്യത്തിൽ തന്റെ സ്വന്തം ജനം തന്നെ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് അദ്ദേഹത്തിനെതിരെ. ഇതാണിപ്പോൾ ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. ഇസ്രായേലിലെ 55 സ്ഥലങ്ങളിലാണ് നെതന്യാഹുവിനെതിരെ ശനിയാഴ്ച പ്രതിഷേധ റാലികൾ നടക്കുമെന്ന് റിപ്പോർട്ടുള്ളത്. ഇസ്രായേൽ മാധ്യമങ്ങളാണ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത്. നമുക്കറിയാം, ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷവും ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷവും ഇതിൽ ഏറ്റവും കൂടുതൽ ഊന്നിക്കാണിക്കുന്നത് ഹമാസ് വിഷയത്തിലാണ്. ആ ഒരു വിഷയത്തിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധത്തിന് ജനങ്ങൾ ഒരുങ്ങുന്നത്. എന്നാൽ പുതിയ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഗസയ്ക്കെതിരായ ആക്രമണങ്ങൾ തുടരുന്നതിനോടൊപ്പം തന്നെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷവും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇറാനിലെ ഇസ്ഫഹാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. മുമ്പും ഇസ്രായേൽ ഇറാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയായാണ് മിസൈൽ ആക്രമണം കഴിഞ്ഞ ദിവസം നടത്തിയത്. ഇതും വലിയ രീതിയിലുള്ള യുദ്ധത്തിലേക്ക് പോകുമോ എന്നാണ് എല്ലാവരും നോക്കുന്നത്. ഇസ്രായേൽ തിരിച്ചടിച്ചാൽ വലിയ ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ തിരിച്ചടിക്കേണ്ട എന്നാണ് ഇസ്രായേലിലെ യുദ്ധ ക്യാബിനറ്റ് ആദ്യം തീരുമാനമെടുത്തതെങ്കിലും പിന്നീട് ഇറാനെ ഇസ്രായേൽ കടന്നാക്രമിക്കുകയായിരുന്നു. എന്നാൽ ഇതെല്ലാം നടക്കുമ്പോഴാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ കാര്യം ഊന്നിക്കൊണ്ട് ഈ ഇസ്രായേൽ ജനത തന്നെ മുന്നോട്ട് വരുന്നത്. അവർക്ക് ഒരുപക്ഷെ പേടിയുണ്ടാകും. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ എല്ലാ രാജ്യങ്ങളോടും ഒരു ശത്രുത പുലർത്തിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ ഹമാസ് വിഷയത്തിൽ അല്ലെങ്കിൽ ഗസ വിഷയത്തിൽ ഇസ്രായേൽ ചെയ്യുന്നത് കണ്ണില്ലാത്ത ക്രൂരതയാണെന്ന് അവിടുത്തെ ജനങ്ങൾ പോലും ഒരുപക്ഷെ വിശ്വസിക്കുന്നുണ്ടായിരിക്കും. ആ ഒരു കാര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഒരു തെരഞ്ഞെടുപ്പ് വേണമെന്ന് അവർ പറയുന്നതും എല്ലാം കാര്യങ്ങളും അങ്ങനെ ആക്കിയിരിക്കുന്നതും. മാത്രമല്ല, ഇനിയിപ്പോ ഇറാന് തിരിച്ചടി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാനും ഈ ഒരു ഇസ്രായേൽ സജ്ജമായിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ആണവായുധങ്ങളെല്ലാം സജ്ജീകരിച്ചുകൊണ്ട് ഇസ്രായേൽ ആ ഒരു മുന്നൊരുക്കങ്ങൾ നടത്തുകയാണ്. ഇതിനിടയിലാണ് തെരഞ്ഞെടുപ്പിന്റെ ഈ ഒരു പ്രശ്നം പറഞ്ഞ് ഇസ്രായേൽ ജനത തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഇസ്രായേലിന്റെ ഈ ഒരു യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യയിലും വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. ഈ ഇസ്രായേൽ ജനങ്ങൾക്ക് മാത്രമല്ല, ലോക രാജ്യങ്ങൾക്ക് പോലും വലിയ രീതിയിലുള്ള ഒരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഇറാനിലെ ഇസ്ഫഹാനിൽ നടന്ന ആക്രമണത്തെ കുറിച്ച് ഇറാനും ഇസ്രായേലും ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എങ്കിൽ തന്നെയും വലിയൊരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് ഇതിൽ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇതിൽ യോജിപ്പില്ല എന്ന് അമേരിക്കൻ യൂറോപ്യൻ യൂണിയനും അറിയിച്ചിട്ടുണ്ട്. അതായത് സംഘർഷം കൂടുതൽ വ്യാപ്തിയിലേക്ക് നീങ്ങാതിരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇസ്ഫഹാൻ ആക്രമണം ചെയ്തത് അല്ലെങ്കിൽ ഇസ്ഫഹാൻ ആക്രമണം ചെയ്തത് എന്നാണ് പറയുന്നത്. ഇനി ഇതെല്ലാം നടക്കുമ്പോൾ ഇവർ മൗനം പാലിക്കുന്നത് കൂടിയാണ് ഏറ്റവും വലിയ ആശങ്കയിലേക്ക് ആഴ്ത്തുന്നത്. കാരണം ഈ രണ്ടു കൂട്ടരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഈ ഒരു ആക്രമണം അഴിച്ചുവിട്ട ശേഷം ഇതിനുള്ള മറുപടി ഇനി മൗനമായിട്ട് ഇരുന്ന് ഇറാൻ തിരിച്ചടിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇതിനിടയിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ജനത വരുന്നത്. ഒരുപക്ഷെ നോക്കുകയാണെങ്കിൽ ഈ ലോക രാജ്യങ്ങൾക്ക് ആശങ്കയുള്ളത് പോലെ തന്നെയാണ് ഈ ഇസ്രായേൽ രാജ്യത്ത് താമസിക്കുന്നവർക്കും ഒരു ആശങ്കയുള്ളത്. കാരണം ഇസ്രായേൽ നടത്തുന്ന ഈ ക്രൂരതയിൽ തിരിച്ചു വന്ന് ഭവിക്കുന്നത് അവർക്ക് കൂടിയാണെന്ന് ഒരു വിഭാഗം ആൾക്കാരും വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് വിശ്വസിക്കണം, അങ്ങനെ തന്നെയാണ്. കാരണം ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിൽ തിരിച്ചടി വരുമ്പോൾ ഈ ഇസ്രായേലിനും തിരിച്ചടി കിട്ടുമെന്നുള്ള ഒരു കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ഇസ്രായേലും ഇറാനും എന്ന് പറയുന്നത് രണ്ട് ശക്തരായിട്ടുള്ള രണ്ട് രാജ്യങ്ങളാണ്. അവർ സ്വന്തമായിട്ട്, ഞാൻ കഴിഞ്ഞ ന്യൂസിൽ പറഞ്ഞതുപോലെ തന്നെ, സ്വന്തമായിട്ട് ആയുധങ്ങൾ നിർമ്മിക്കുകയും അത് വിൽക്കുകയും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ യുദ്ധം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകുമെന്നതാണ് എല്ലാവരും വിലയിരുത്തുന്നത്. ഈ ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്ന, ഇസ്രായേൽ ഹമാസ് പ്രശ്നം നടക്കുന്ന, ഇസ്രായേൽ ഗസ പ്രശ്നം നടക്കുന്ന, ഇസ്രായേൽ ഇറാൻ പ്രശ്നം നടക്കുന്നതിനിടയിലാണ് ഇസ്രായേൽ ജനത തന്നെ നെതന്യാഹുവിന് വലിയൊരു തിരിച്ചടി ഉണ്ടാക്കിക്കൊണ്ട് ഒരു പ്രതിഷേധ റാലി സംഘടിപ്പിക്കുന്നത്. ഒരു 55 സ്ഥലങ്ങളിലാണ് ഈ ഒരു പ്രതിഷേധ റാലി ഉണ്ടാകുന്നത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല, ഇസ്രായേൽ തെരഞ്ഞെടുപ്പാണ് അവർ ഊന്നി പറയുന്നത്. ഇനി ഈ ഇസ്രായേൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരുപക്ഷെ ഈ നെതന്യാഹുവിനെ വെറുക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. കാരണം നെതന്യാഹു നടത്തുന്ന കണ്ണില്ലാത്ത ക്രൂരതയാണ്. കാരണം അദ്ദേഹമാണ് ഈ ഇതിനെല്ലാം മുന്നോടിയായിട്ട് നിന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഒരുപക്ഷെ നോക്കുകയാണെങ്കിൽ കണ്ണില്ലാത്ത ക്രൂരതയിൽ ഇതേവരെ ഗസയിൽ 34,000 മരണസംഖ്യയാണ് കടന്നിരിക്കുന്നത്. ഒരുപക്ഷെ അതൊക്കെ തന്നെയായിരിക്കും നെതന്യാഹുവിനെതിരെ ഒരു വെറുപ്പ് സൃഷ്ടിക്കാൻ കാരണമായത്. അതുകൊണ്ട് തന്നെ ഈ നെതന്യാഹു നടത്തുന്ന തീരുമാനങ്ങളിൽ ചിലവർ വിട്ടുനിൽക്കും എന്നതിൽ സംശയമില്ല. അതാണ് ഈ ഒരു പ്രതിഷേധ റാലിക്ക് കാരണമാകുന്നതും. കാരണം നെതന്യാഹു നടത്തുന്ന പ്രസ്താവന എല്ലാവർക്കും ഉൾക്കൊള്ളണമെന്നില്ല. ആ ഒരു പ്രസ്താവന ചിലവർക്ക്, കുറച്ചു പേർക്കെങ്കിലും മനുഷ്യപ്പറ്റുണ്ടെങ്കിൽ അവർ അതിൽ നിന്ന് പിന്താങ്ങില്ല, അല്ലെങ്കിൽ അതിനെ പിന്തുണ അറിയിക്കില്ല.
ഈ ഒരു സംഭവമാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധത്തിന് വഴിവെക്കുന്നതും അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾക്ക് മുന്നോട്ട് വെക്കുന്നതും. ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം അവരും ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. കാരണം ഇസ്രായേൽ ഒരു യുദ്ധം അങ്ങോട്ടേക്ക് തൊടുത്തുവിടുന്നു, തിരിച്ച് ഇറാൻ തൊടുത്തുവിടുന്നു എന്ന് പറയുമ്പോൾ ഒരു യുദ്ധഭീതിയിൽ കഴിയുന്ന എത്രയോ സാധാരണക്കാർ അവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ ഒരു യുദ്ധം തൊടുത്തുവിടുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു യുദ്ധമായിരിക്കും ഇനി നടക്കാൻ പോകുക എന്നതാണ് എല്ലാവരും സൂചിപ്പിക്കുന്നത്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനും അതിശക്തമായിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ്. അപ്പൊ ഇസ്രായേലിന് ഒരു പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ യമനോ അല്ലെങ്കിൽ ജോർദാനോ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നിലംപരിശാകും എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും ഉറ്റുനോക്കുന്നതും. ഈ ഒരു ആശങ്ക തന്നെയാണ് ഇസ്രായേൽ ജനതയും പ്രകടിപ്പിക്കുന്നതും. ഇനി തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നെതന്യാഹുവിന്റെ നിലപാട് അങ്ങനെ അത്ര ആർക്കും ഇഷ്ടമല്ല, അല്ലെങ്കിൽ അംഗീകരിക്കാൻ പാടാണ് എന്നതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ നെതന്യാഹുവിനെ ഇനി പ്രധാനമന്ത്രി ആക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ രാഷ്ട്രീയം, അല്ലെങ്കിൽ അവരുടെ ചിന്ത എന്താണ്, എങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് മറ്റ് ജനതകൾ അവിടെ ഉൾക്കൊള്ളുന്നതും അല്ലെങ്കിൽ അവരെ ചിന്തിപ്പിക്കുന്നതും ആ ഒരു വിമർശനത്തിലൂടെ ഉയർത്തുന്നതുമല്ല. എന്തായാലും പ്രതിഷേധം വഴിവെക്കുമ്പോൾ നെതന്യാഹുവിന് വൻ തിരിച്ചടി ആകുമെന്നതിൽ സംശയമില്ല. കാരണം സ്വന്തം രാജ്യത്തുള്ളവർ പോലും തനിക്കെതിരെ നിൽക്കുന്നു എന്നതാണ് ഇനി ലോകരാജ്യങ്ങൾ അറിയാൻ പോകുന്നത്. ഇതൊരു പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ വാർത്തയായിരിക്കും. കാരണം ഇറാൻ നോക്കുമ്പോൾ നെതന്യാഹുവിനെ ഒരു പക്ഷേ കളിയാക്കണ്ട, അല്ലെങ്കിൽ നെതന്യാഹുവിനെ താഴ്ത്തുന്ന രീതിയിലേക്ക് ഒന്ന് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് ഈ ഇസ്രായേൽ ജനത പ്രതിഷേധത്തിന് നെതന്യാഹുവിനെതിരെ ഒരുങ്ങുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഇത് കുറച്ചുകൂടി കണക്കിലെടുത്ത് അല്ലെങ്കിൽ മുതലെടുത്ത് ഇറാൻ മുന്നോട്ട് നീങ്ങുമെന്നതാണ് മറ്റൊരു കാര്യം.